കഴിഞ്ഞ ദിവസം ഞാൻ ആട് 3 കണ്ടു കേട്ടോ. ആട് 1ഉം 2 ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. എൻ്റെ വിചാരം വല്ല തമിഴ് ഫിലിം റീമിക്സ് ആയിരുന്നു എന്നായിരുന്നു എൻ്റെ ധാരണ. അപ്പോൾ ആട് 3 കണ്ടപ്പം ആദ്യത്തെ ഹാഫ് എനിക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. പക്ഷെ രണ്ടാമത്തെ ഹാഫായപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ പിന്നെ ഇന്ന് ഞാൻ ആലോചിക്കുമ്പം ആ ഫിലിം എനിക്ക് വല്ലാതെ സ്വാധീനിച്ച ഒരവസ്ഥ ഉണ്ടായത്. കാരണം ആ ഫിലിമിൻ്റെ ആ ഒരു ടൈം ട്രാവൽ എന്നാണ് എന്നെ ഒരുപാട് സ്വാധീനിച്ചത്. പക്ഷെ അന്ന് രാത്രി ഞാൻ കണ്ട സ്വപ്നവും ഒരു ടൈം ട്രാവലറായിരുന്നു എന്നുള്ള മനസ്സിന് ഒരുപാട് സംതൃപ്തി നൽകിയ സ്വപ്നമായിരുന്നു. ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങൾ നടക്കാൻ പോവാതെ പോയ കാര്യങ്ങൾ, ജീവിതത്തിൽ നമ്മൾ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ, അത് നടന്നതായിട്ട് കാണുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, പിന്നെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട ഇന്നലകൾ, നാം സ്വപ്നം കാണുന്ന ആഗ്രഹങ്ങൾ, ഇതിനൊക്കെ റിയലായിട്ട് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ ടൈം ലൈൻ ട്രാവൽ എന്നുള്ളത്. നമുക്കറിയാം, ക്വാണ്ടം ഫിസിക്സ് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ കാണുന്ന ലോകം മാത്രമല്ല യാഥാർത്ഥ്യം. ഒരേ സമയം നമുക്ക് മുമ്പിൽ നിരവധി സാധ്യതകൾ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വേർഷൻ എന്നൊരാശയമുണ്ട്. ഒരുപാട് വേർഷനുകൾ. ഓരോ തീരുമാനവും ഒരു പുതിയ ലോകം സൃഷ്ടിക്കുന്നു. ഓരോ ലോകത്തും നിങ്ങൾ വേറൊരു ജീവിതം ജീവിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനത്തെ ഒരു സങ്കല്പം ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ജീവിതത്തിലേക്ക് ഇത് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള. നമ്മൾ ഒരു വേർഷൻ, ഇപ്പം ഞാൻ കുറച്ച് ഫിറ്റ്നസ്സിൽ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കുകയാണ്. അപ്പം എൻ്റെ ഒരു വേർഷൻ വളരെ സൂപ്പർ ഫിറ്റാണ്, ഒന്ന് സ്റ്റില്ലാണ്, ഒന്ന് ജിമ്മിൽ പോകാൻ മടിച്ച് നിൽക്കുന്നൊരവസ്ഥയിലാണ്. ഇതുപോലുള്ള മൾട്ടിപ്പിൾ വേർഷൻസ് ഓഫ് നമ്മളെ വിഷ്വലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളെയും കൊണ്ടുവരികയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളും വരുത്തുക എന്നുള്ളതാണ് ടൈം ലൈൻ ട്രാവൽ. അത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു യാത്രയല്ല, നമ്മുടെ മനസ്സിൻ്റെ യാത്രയാണ്. നമ്മുടെ മനസ്സ് ഓരോ ദിവസവും നമ്മുടെ ഭാവിയിലേക്കും ഭൂതത്തിലേക്കും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. ഇതെങ്ങനെയാണ് ഈ ടൈം ലൈൻ ട്രാവൽ നമുക്ക് റിയലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്? അത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. എന്താണ്? നമ്മളെ ബ്രെയിനിന് നമ്മൾ ജീവിതത്തിൽ അരങ്ങേറുന്ന ഒരു യാഥാർത്ഥ്യവും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളും തമ്മിൽ വേർതിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു രാജാവായി ജീവിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങളുടെ ബ്രെയിൻ എന്താ വിചാരിക്കുന്നത്? നിങ്ങളൊരു രാജാവാണ് എന്ന് തന്നെയാണ്. ഇത് നമുക്ക് നൽകുന്നൊരു വല്ലാത്തൊരു മാനസിക സംതൃപ്തിയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു കൺസെപ്റ്റ് വളരെ പവർഫുള്ളായി മാറുന്നത്? ഇത് നമുക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ്. നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വേർഷൻ നമ്മൾ വിഷ്വലൈസ് ചെയ്യാണ്. പിന്നെ നമുക്ക് ഒരുപാട് പശ്ചാത്താപം ഇല്ലാതാക്കാൻ പറ്റും. കാരണം നമുക്ക് മറ്റൊരു ഡിഫറെൻറ്റ് വേർഷനെ ചൂസ് ചെയ്യാനുള്ളൊരു സാധ്യതയാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ജീവിതത്തിന് അതൊരർത്ഥം നൽകുന്നുള്ളതാണ്. നമുക്ക് മുമ്പിൽ ചോയ്സുകൾ ഉണ്ടാക്കിത്തരും. ഒരു നിമിഷം നിങ്ങൾ ഒരു 2 മിനിറ്റ് നേരത്തേക്കൊന്ന് കണ്ണടക്കുക. നിങ്ങളുടെ ഏറ്റവും മികച്ചൊരു വേർഷൻ, ഒരു പക്ഷേ നിങ്ങളിപ്പം ഫിറ്റ്നസ് ഉണ്ടായിരിക്കില്ല, നല്ല ഫിറ്റ്നസ്സായ ഒരു വേർഷനെ നിങ്ങൾ മനസ്സിൽ കാണാം. നിങ്ങൾ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിലുള്ള നിങ്ങളെ ഒന്ന് മനസ്സിൽ കാണാം. നമ്മളൊരു ടൈം ലൈൻ റീറൈറ്റ് എക്സസൈസ് ചെയ്യാൻ പോവണം. നിങ്ങളെ മനസ്സിലുള്ള ഒരു പശ്ചാത്തലത്തെക്കുറിച്ചൊന്ന് എഴുതുക. അതിനെ ഒരു പാഠമാക്കി മാറ്റുക. എന്നിട്ട് നമ്മൾ ഒരു ഫ്യൂച്ചർ ജമ്പ് ടെക്നിക്ക് അപ്ലൈ ചെയ്യുക. ഞാൻ വിജയിച്ച ഒരാളായിരുന്നെങ്കിൽ ഇന്ന് എന്ത് ചെയ്തേനെ? ഞാൻ വിജയിച്ച ഒരാളാണെങ്കിൽ എന്ത് ചെയ്തേനെ എന്ന്. അടുത്തൊരു സ്റ്റെപ്പ് എന്താണ്? നിങ്ങൾ എന്താവാനാണോ ആഗ്രഹിക്കുന്നത് അതായ രീതിയിൽ നിങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോവുക. ദിവസവും 1 മണിക്കൂർ ഭാവിയിൽ നിങ്ങളെപ്പോലെ പെരുമാറുക. നിങ്ങൾ നല്ല ഫിറ്റായിട്ട് നല്ല രീതിയിലാവുന്ന രീതിയിൽ പെരുമാറുക.